ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ മത്തായി 17:27. മത്തായി 17:27. എങ്കിലും അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ് തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. എന്താ പ്രശ്നം? കടലിൽ കൂടി ഒഴുകിപ്പോകുന്ന, കടലിൽ കൂടി നീന്തിപ്പോകുന്ന മത്സ്യത്തിൻ്റെ വായിരിക്കുന്ന നാണയത്തെ പോലും, അല്ലെങ്കിൽ കരിമീൻ പോലെ ടൈപ്പിനുള്ള പരിപാടിയാണ്. എന്ത് കിട്ടിയാലും അവൻ വിഴുങ്ങിയെടുക്കും ഇതിൻ്റെ അകത്ത്. അങ്ങനെ എന്തോ നാണയം വിഴുങ്ങിയ, പക്ഷേ ഈ ബൈബിൾ ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിതിന് വേറെ ചില കൊണോട്ടേഷൻ കണ്ടുപിടിച്ച് ലോജിക്കാക്കി കളയും. ഇങ്ങനെ അവരുടെ പണ്ടുപോലുള്ള അസുഖമാണ്, ചെറിയൊരു അസുഖമാണത്. എല്ലാം പറഞ്ഞ് ലോജിക്കാക്കി കളയും. അങ്ങനെയൊന്നുമല്ല. ഇതിൽ റിയലായിട്ടുള്ള കാര്യങ്ങളെ കർത്താവ് കടലിൻ്റെ അടിയിൽ കൂടി പോകുന്ന മത്സ്യങ്ങളെ കർത്താവ് നേരിട്ട് കാണുകയാണ്, ദാനിയേലിനെ കണ്ടതുപോലെ. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതൊരു ഓട്ടോമാറ്റിക് സ്കാനിങ് നടക്കുന്ന കാരണം നമ്മൾ ഉടമ്പടിക്കാലം കഴിയുമ്പോൾ ഈ മത്സ്യത്തിൻ്റെ വായിലെ സ്വർണ്ണനാണയം കണ്ട കർത്താവ് നീ ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിൻ്റെ അവസ്ഥയും കാണുന്നുണ്ടാവും. അതാണൊരു കുഴപ്പം. അതുകൊണ്ട് ഒരു ഓട്ടോമാറ്റിക് ഓഡിറ്റിങ് നടക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഓഡിറ്റിംഗ് ഉള്ളത് കാരണം നമ്മൾ ഫ്രോഡാകാൻ പറ്റത്തില്ല. കാര്യം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് ഇതാ, ഒരു യഥാർത്ഥ ഇസ്രായേലിൻ ഇവരിൽ കാപഠ്യമില്ല. നമ്മുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കാപഠ്യമില്ലാത്ത ഒരു പേഴ്സണാലിറ്റി ഉടമ്പടിക്ക് ശേഷവും രൂപപ്പെടുത്തിയെടുക്കണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അശ്വതി എന്നാ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അശ്വതി ഉപ്പ് കൊണ്ടുപോയി ബാങ്ക് മാനേജറിൻ്റെ വിശ്വപ്രമാണം ചെയ്ത് വരാന്തരിടും. എന്താ കാര്യം? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണല്ലോ ഒരു പ്രയോഗം. കർത്താവേ, എൻ്റെ കഴിവല്ല നിൻ്റെ കൃപയെന്ന് പറയും. അതാണ് ഉപ്പിടുന്നതിൻ്റെ ഉദ്ദേശം. അധികാരം, അവകാശം, കർത്താവിൻ്റെ അവകാശമാണിത്. ആകാശവും ഭൂമിയും നിൻ്റേതാകുന്നു എന്ന് പറയത്തില്ലേ? ആകാശവും ഭൂമിയും, ഈ ഭൂമിയിലുള്ള മുഴുവനും നമ്മൾ ഒപ്പിടുമ്പോൾ എന്താ പറയണത്? ദൈവത്തിൻ്റെ അധികാരം അവിടെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ഈ ഉപ്പിൻ്റെ പ്രയോഗത്തിലൂടെ. എന്ന് വെച്ചാൽ എനിക്കിവിടെ സ്വാധീനമില്ല, പാർട്ടിക്കാരില്ല, എനിക്ക് പണമില്ല, എന്നെ സ്വാധീനിക്കാൻ എനിക്ക് സഹായിക്കാൻ ആളില്ല. എനിക്കെൻ്റെ കർത്താവ്, നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ. എങ്ങനെയുള്ള കർത്താവാണ്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ബാങ്ക് മാനേജരെ ഇത്രയും അപ്പോൾ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല എന്ന് പറഞ്ഞ ബാങ്ക് മാനേജരെ, അപ്പോൾ അശ്വതിയുടെ ചേച്ചി എന്ന് പറയും, എപ്പോഴും കുറ്റം പറയും. അവൾക്ക് വിശ്വാസമില്ല, തുള്ളി പോലും വിശ്വാസമില്ല. അപ്പോൾ പറയും, നീ എപ്പോഴും ഈ സാക്ഷ്യം വെച്ചുകൊണ്ടിരിക്കണം, അച്ഛൻ്റെ പ്രസംഗം വെച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കും. അതാണ് വിഷയം. അതിനൊരു ആ പ്രസംഗം കേൾക്കണമെങ്കിൽ ഒരു അഭിഷേകം ഉണ്ടാവണമല്ലോ, കർത്താവിൻ്റെ ഒരു അട്രാക്ഷൻ വേണമല്ലോ. കാര്യം എന്താ? കാര്യം നോട്ട് ബൈ മെറിറ്റിലാണെങ്കിൽ നിൽക്കണത്. കാര്യം നമുക്ക് ഒരിടത്തും ആരുമില്ല, കർത്താവാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഇവർ അശ്വതി ജീവിക്കണത്. അവസാനം അശ്വതി ഈ ശശിനെയും കൊണ്ട് അവിടെ ബാങ്ക് മാനേജർ കാണിക്കും. അവിടെ കാര്യങ്ങളെല്ലാം പറയുന്നില്ല, അവതാ പറയാവുന്നല്ലാതെ ആരും അനക്കമില്ലാത്തപ്പോഴാണ് ഇവിടെ ഈ ഉടുപ്പിട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി കർത്താവിനെ ബാങ്ക് ഏൽപ്പിച്ചും പോരണത്. പിന്നീട് നടക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ഏതാണ് ലോണെന്ന് വെച്ചാൽ ഒരു സിവിൽ പോയിൻറ്റും ഇല്ലാതെ, അതായത് ഒരു നിമിഷം ആദ്യം വന്നപ്പോൾ സിവിൽ പോയിൻ്റ് ഇല്ല. കമ്പ്യൂട്ടറിൽ നമുക്കറിയാൻ പറ്റും, നമ്മുടെ മൊബൈലിൽ നമുക്ക് നോക്കാൻ പറ്റും നമ്മുടെ സിവിൽ പോയിൻ്റ്. അപ്പം അത് സിവിൽ പോയിൻ്റ് ഇല്ല.
പക്ഷേ ഉപ്പ് ഇട്ട് വിശ്വാസപ്രമാണം ചെയ്ത് പ്രാർത്ഥിച്ച് കർത്താവിന് ആ വിഷയം ഏൽപ്പിച്ചു. അല്ല ഉപ്പിട്ടതിൻ്റെ അകത്ത് മാസ്മരവിദ്യം മന്ത്രവിദ്യം പറയുകയല്ല. ഒരു വിഷയം കർത്താവിനെ ഏൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ചില വിശ്വാസ പ്രയോഗങ്ങളാണത്. അപ്പം നമ്മൾ പക്ഷേ അതിന് കറസ്പോണ്ട് ചെയ്ത് വിശ്വസിച്ച് ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ദൈവം അതിനകത്ത് ഇടപെടും. എന്താ കാര്യം? അത് നോട്ട് ബൈ മെറിറ്റാണ്. നമുക്ക് മെറിറ്റില്ല. പിന്നെ എന്താണ്? പിന്നെയുള്ള ഓപ്ഷൻ എന്താണ്? ബട്ട് ബൈ ഗ്രേസ് ആണ്. ഗ്രേസ് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഇവർ നോക്കുമ്പോൾ ഇവർക്ക് സിവിൽ പോയിൻ്റ് കറക്റ്റാവും. സിവിൽ പോയിൻ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റാവും. കറക്റ്റായി കഴിഞ്ഞിട്ട് ഇവൾക്ക് 18 ലക്ഷത്തിന് ലോൺ കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് 12 ലക്ഷം തിരിച്ചടക്കേണ്ട കാര്യമില്ല. അതായത് സീറോയിലുള്ള ആൾക്കാർ, സ്വാധീനമില്ലാത്ത ആൾക്കാർ മാതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജീവിച്ചുകൊണ്ട് തകർന്ന ജീവിതത്തെ സമുദ്ധരിക്കുന്ന കാഴ്ചയില്ലേ? കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഴുന്നേൽക്കുക. പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമ്മുടെ എല്ലാ മേഖലകളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമ്മുടെ എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഈശോയെ നന്ദി. ആവേ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും മൗനമായി നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളും പ്രാർത്ഥനകളും മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളും ലൈറ്റ് കാനൽ റിക്വസ്റ്റിലൂടെ സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളും ഈ കൃപാസനത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഈ കൃപാസനത്തെയും ഇതിലെല്ലാ ശുശ്രൂഷകരെയും ഇവിടുത്തെ എല്ലാ ഉദ്യമങ്ങളെയും എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം ഉണ്ടാകണമെന്ന് നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമ്മുടെ എല്ലാ മേഖലയും സംരക്ഷിച്ചിട്ട് ഒരിക്കൽ കൂടി ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യൂറോപ്യൻ കൺട്രി പോകുമെന്ന് അച്ഛൻ പറഞ്ഞു. അതിൻ്റെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 18 വർഷമായി. ഞാൻ എൻ്റെ ആങ്ങളുടെയും അമ്മയുടെയും കൂടെയാണ് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും താമസിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമോ സാമ്പത്തികമോ ഇല്ലായിരുന്നു. അപ്പോൾ അതിന് എൻ്റെ മോന് പോകാനുള്ള സാമ്പത്തികം എങ്ങനെയെന്ന് ഓർത്ത് ഞങ്ങൾ ഒരുപാട് വിഷമമുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ ആങ്ങള എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ഞാനത് ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞാനത് പറയുകയും ചെയ്തിരുന്നു. അച്ഛൻ അന്ന് എൻ്റെ കയ്യിലും തലയിൽ കൈവച്ച് അച്ഛൻ പ്രാർത്ഥിച്ചിരുന്നു. അത് എൻ്റെ മോന് പോകാനുള്ള സാമ്പത്തികവും എൻ്റെ ആങ്ങളെയാണ് കൊടുത്തത്. അതിന് ഞങ്ങൾ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ. അപ്പോഴെല്ലാം ഞാൻ മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 3 മാസത്തിനുള്ളിൽ വിസ റെഡിയാവുകയും മോന് എല്ലാ കാര്യങ്ങളും ശരിയാവുകയും ജനുവരി 17 2020 ജനുവരി 17 മോന് പോവാൻ സാധിച്ചു. അവിടെ പോയി 2 വർഷം കോഴ്സ് അറ്റൻഡ് ചെയ്ത് കോഴ്സ് പാസ്സായി കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ജോലിയിൽ പ്രവേശിക്കുകയുണ്ടായി. ആ ജോലിയിൽ കയറിയതിന് ശേഷം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞ് അത് വിളിച്ച് പറഞ്ഞായിരുന്നു. ഞാനത് വെച്ചിട്ട് ഉടമ്പടിയിൽ വെച്ചിരുന്ന് അത് വെച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അത് ഒരു 10 ദിവസം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉപവാസം എടുത്തിട്ടും പ്രാർത്ഥിച്ചു. അതിനോടൊപ്പം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ഉടമ്പടി കാശുരൂപം വെച്ചും പിന്നെ പത്രം ഇവിടുന്ന് കൊണ്ടുവന്ന പത്രം
അത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എല്ലാം ചെയ്തിരുന്നു. എന്നെക്കൊണ്ട് ഞാൻ കഴിയുന്ന അത്ര എല്ലാ വീടുകൾ തോറും എവിടെ പള്ളികളിലും ഒക്കെ കൊണ്ട് നടന്ന് ഞാൻ കൊടുക്കുകയും ചെറിയ ചെറിയ കാരുണ്യ പ്രവൃത്തികൾ എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവരെയൊക്കെ ചെറിയ രീതിയിലൊക്കെ സഹായിക്കുകയും ചെയ്തിരുന്നു. അത് പ്രാർത്ഥിച്ച് 10 ദിവസം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ 10 ദിവസത്തിനുള്ളിൽ എനിക്കൊരു ഉത്തരം നീ തരണേന്ന് പ്രാർത്ഥിച്ചു. 10 ദിവസം അതിന് മുന്നേ തന്നെ ഇൻ്റർവ്യൂ 2-3 കമ്പനികളിൽ IT കമ്പനികളിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. 11-ാം ദിവസം ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടി. നല്ലൊരു ജോലിയും നല്ല ശമ്പളവും കുറച്ചുകൂടി കൂടുതൽ സാലറിയും കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ചു. പിന്നീട് എനിക്ക് ഒരു ഭവനമില്ലായിരുന്നു. ഭവനത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാതാവിൻ്റെ മുമ്പിൽ നിയോഗം വെച്ചിരുന്നു. അത് കൂടെ കടബാധ്യതയും ഉണ്ടായിരുന്നു. അത് മാതാവിൻ്റെ മുന്നിൽ നിയോഗം വെച്ചിരുന്നു. അപ്പം ഞങ്ങളത് ലോണിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിരുന്നു. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ലോണിന് ഇങ്ങനെ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം മാനസികമായിട്ട് വളരെ വിഷമമുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാനിവിടെ വന്ന് അച്ഛനെ കാണുകയുണ്ടായി. അച്ഛനന്ന് ഞാനിവിടെ മുട്ടുകുത്തി നിന്ന് വൈകിട്ടായി എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയപ്പോഴത്തേക്കും അത്രയും നേരം ഞാനിവിടെ നിന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കൊരു അടയാളം കാണിച്ച് തരണേ, എനിക്കൊരു കാശ് രൂപം തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അച്ഛൻ എന്നെ വിളിച്ച് അച്ഛൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും അച്ഛൻ പ്രാർത്ഥിച്ചു. അതിനോടൊപ്പം അച്ഛൻ ഒരു കാശ് രൂപ എൻ്റെ കയ്യിൽ തന്നു. പക്ഷെ അന്നേരം ഞാനത് ചിന്തിക്കുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചത് ഇതായിരുന്നു എന്നുള്ളത് എനിക്കത് ഓർമ്മ വന്നില്ല. അച്ഛൻ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. വന്ന് ഞാൻ വെച്ചിരുന്ന 2 കാര്യങ്ങളും, ഒന്ന് എൻ്റെ കടബാധ്യതയും ഒന്ന് ഒരു വീടില്ലാത്തതുമാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 3 ആഴ്ച അപ്പം ഞങ്ങൾ ഒരു സ്ഥലം നോക്കി. അത് 5 സെൻറ്റാണ് ഞാൻ മാതാവിനോട് ചോദിച്ചിരുന്നത്. 5 സെൻറ്റ് പോലും ഇല്ലായിരുന്നു ഞങ്ങൾ കണ്ട സ്ഥലം. അത് വന്ന് ബാങ്കിൽ നിന്ന് ലോണിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിച്ചിരുന്നു. അവിടെ വന്ന് നോക്കിയെങ്കിലും ആ സ്ഥലം എല്ലാം ശരിയായി പോയി, വാല്യുവേഷനും എല്ലാം കഴിഞ്ഞു. അത് പോയി കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു 5 സെൻറ്റിൽ കൂടുതലുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ചോദിച്ചെങ്കിൽ അത് ഓണർ പറഞ്ഞു അത് അഡ്വാൻസ് വാങ്ങിച്ചു, അത് കിട്ടത്തില്ല എന്ന്. അത് അഡ്വാൻസ് വാങ്ങിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞത്. പിറ്റേ ദിവസം ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ആ സ്ഥലം നിങ്ങൾക്ക് തരാം, നിങ്ങളത് എടുത്തോ എന്ന് പറഞ്ഞു. പിന്നീടും ബാങ്കിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി. അപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അച്ഛൻ തന്ന കാശ് രൂപം കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചു. ഒരുപാട് തടസ്സങ്ങളുണ്ടായി. അപ്പോൾ ഇതിനിടയിൽ ലോണ് കിട്ടാനായിട്ട് മാനേജർ പറഞ്ഞു ഇപ്പോഴൊന്നും കിട്ടത്തില്ല എന്നുള്ളത് പറഞ്ഞു. ഞാൻ മാനസികമായിട്ട് വളരെ വിഷമിച്ച ഒരു നിമിഷമായിരുന്നു അത്. ഈ മാസവും നടക്കത്തില്ല, അടുത്ത മാസവും നടക്കത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പ്ലോട്ട് മാറിയില്ലേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ ഒരു സാഹചര്യത്തിന് ഞാൻ മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഇത് പെട്ടെന്ന് എൻ്റെ ബ്രദർ ഇടപെട്ട് GMനെ വിളിച്ച് പറയുകയും നമുക്ക് പിറ്റേ ദിവസം തന്നെ അവിടെ നിന്ന് ബാങ്കിൽ നിന്ന് ആൾ വരികയും ഈ ബാങ്ക് അല്ലാണ്ട് പുറത്തുനിന്ന് തന്നെ എല്ലാം വേറെ ആളുകളെ വെച്ച് എല്ലാം നോക്കുകയും ഒരാഴ്ചക്കുള്ളിൽ എല്ലാം റെഡിയാവുകയും ഞങ്ങൾക്ക് ലോൺ ഭവനത്തിന് വേണ്ടിയുള്ള ലോൺ ഉൾപ്പെടെ ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടുകയും ചെയ്തു. ഇത് മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം മാത്രമാണ്. ഞങ്ങൾക്ക് അതോടൊപ്പം ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, ഞാൻ 5 സെൻറ്റ് ചോദിച്ചെങ്കിൽ 5 സെൻറ്റിൽ കൂടുതൽ മാതാവ് എനിക്ക് തന്നു. ഇപ്പം 5,100 അപ്പം അത് ഞങ്ങൾക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് അത് രജിസ്ട്രേഷൻ നടത്തുവാനും മാതാവ് അനുഗ്രഹിച്ചു. ഇത് മാതാവിൻ്റെ ഒരു കൃപ മാതാവിൻ്റെ കൃപ മാത്രം കൊണ്ടുമാണ് ഞങ്ങൾക്കിത് കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം കടബാധ്യത ഞാൻ വെച്ചിരുന്നു. അതിനാൽ ഞാൻ വളരെ വിഷമിച്ചിരുന്നു, മാനസികമായിട്ടും വളരെ വിഷമിച്ചിരുന്നു. ഒരുപാട് അപമാനങ്ങളും എനിക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്.
അപ്പം അത് ഞാൻ ഒത്തിരി മാതാവിൻ്റെ മുമ്പിൽ കരയുമായിരുന്നു. അപ്പം ഞാൻ എന്നിട്ടും വിചാരിക്കും, മാതാവ് ഈശോ ക്ഷമയുള്ളവനല്ലേ. അച്ഛനെപ്പോഴും പറയുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട്, നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കണമെന്നുള്ളത്. അപ്പം ക്ഷമയോടുകൂടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഇതുപോലെ ജപമാലയൊക്കെ ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അന്ന് അച്ഛൻ്റെ അടുത്ത് ഞാൻ വന്ന് വെച്ചിരുന്ന ഒരു നിയോഗമായിരുന്നു കടബാധ്യത. അപ്പം ഞങ്ങൾക്ക്, എൻ്റെ ഹസ്ബൻഡ് 2005 മരിക്കുന്നത്. ആ സമയത്ത് ആക്സിഡൻറ്റിലാണ് മരിക്കുന്നത്. അന്നേരം ഞങ്ങൾക്ക് ക്ലെയിം കിട്ടിയെങ്കിലും തുക വളരെ കുറവായിരുന്നു. അത് ഞങ്ങളൊരു സെക്കൻഡ് അപ്പീലിന് കൊടുത്തിരുന്നു. പക്ഷേ അതൊരു ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ കിട്ടുമെന്നൊന്നും വിചാരിച്ചിട്ടല്ല, 2-3 ലക്ഷം കിട്ടിയെന്നും പറഞ്ഞ് കൊടുത്തതായിരുന്നു. അത് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് അതും ആ കേസ് വന്നെങ്കിലും ഒരുപാട് തടസ്സപ്പെട്ട് ഇങ്ങനെ കേസ് കോടതിയിൽ വരും പോവും അങ്ങനെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ ബുധനാഴ്ച അഡ്വക്കേറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, കോടതി വിധിയായി 13 ലക്ഷം രൂപ നിങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയെന്ന് പറഞ്ഞു. ഇതെല്ലാം എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കിതെല്ലാം കിട്ടിയിരിക്കുന്നത്. കടം 13 ലക്ഷം രൂപയാണ് കടമുള്ളത്. അത്രയും തുക തന്നെ മാതാവ് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. മാതാവിന് ഈശോയ്ക്കും ഒരുപാട് കോടി നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം എൻ്റെ ജീവിതത്തിലുടനീളം മാതാവ് ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഓരോ നിമിഷവും ഞാൻ തളർന്നു പോകുമ്പോഴെല്ലാം മാതാവ് എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്താറുണ്ട്. എൻ്റെ പേര് ജസമ സിനോയി. ഞാൻ ചമ്പക്കുളം വടക്കേമശ്ശേരി സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ ഒരു കുഞ്ഞിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ്. എൻ്റെ കുഞ്ഞും ഞാനിവിടെ വന്നു 13/2/2020 ഞാൻ ഇവിടെ ഉടമ്പടി എടുത്താണ്. ആ വർഷം തന്നെ മെയ്യിൽ കുഞ്ഞിന് ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ടായി. അതായത് മെയ് 24 ആയപ്പോഴേക്കും ആ സമയത്ത് ഭയങ്കര ഒരു മഴ. ആ മഴ, എനിക്ക് 3 പിള്ളേരാണ്. അപ്പം മൂത്ത ആൾ 3ലും മറ്റേ ഇയാൾ നടുക്കത്തെ ആളാണ് 2ാം ക്ലാസ്സിൽ. ഏറ്റവും അവസാനത്തെ ആൾ UKGയിലുമാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഭയങ്കരമായിട്ട് ഈ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും പുറത്ത് ഭയങ്കരം ഈ തിണ്ണയിലൊക്കെ മഴവെള്ളം അടിച്ചു കയറുന്നുണ്ട്. അപ്പം ഒരു 12 മണി 1 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ പിള്ളേരോട് പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് ചോറെടുക്കാനായിട്ട് ഞാൻ അടുക്കളയോട്ട് പോയിട്ട് പറഞ്ഞു, ആരും പുറത്തോട്ട് ഇറങ്ങല്ലേ, ഞാൻ കഥ പഠിച്ചിട്ടേക്കാണ്, നിങ്ങളവിടെ ഇരുന്ന് TV കണ്ട് പുറത്തോട്ട് ആരും ഇറങ്ങല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇതിലൊരാൾ കറണ്ട് പോയ സമയത്ത് ഒരാൾ പുറത്ത് ചാടി, ഇവൾ പുറത്തിറങ്ങിപ്പോയി. പുറത്തിറങ്ങി അവിടെ ഞങ്ങൾക്ക് റേഷൻ കടയാണ്. ഇപ്പോൾ അതിൻ്റെയൊക്കെ കിറ്റ് കൊണ്ടുവെക്കുന്ന പടുത ഈ കട്ടിലിട്ടിട്ടുണ്ട്. അവിടെ പടുതയൊക്കെ ഇട്ടേക്കാണ്. ഇവിടെ ആ പടുതയുടെ മണ്ടയിൽ കൂടെ ചാടി താഴോട്ട് വീണ്. അപ്പോൾ അവിടെ ആ സമയത്ത് തന്നെ പൈപ്പും പൊട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ 2 വർഷം മുന്നാണ് സംഭവിക്കുന്നത്. അവിടെ ആ പ്രായത്തിൽ എന്തോന്നു എടുത്ത് ചാടി. ഇപ്പുറത്ത് കരിങ്കഴുത്തൂണാണ്, അപ്പുറത്തെ സൈഡിൽ സ്റ്റെപ്പാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ നടുക്കായിട്ട് വന്ന് വീണു. അപ്പോൾ അടുക്കളയിൽ നിന്നപ്പോഴേക്കും ഭയങ്കരമായിട്ട് വന്ന് വീഴുന്ന ഒരു സ്വരമാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ ഓടി ഇവിടെ വന്നപ്പോഴേക്കും പുള്ളിക്കാരൻ ഞങ്ങൾ വഴക്ക് പറയുന്നത് പേടിച്ച്, അമ്മ എനിക്കൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ നോക്കുമ്പോഴേക്കും തലയുടെ പുറകെ നല്ലതായിട്ട് നീര് വെച്ചു. നമ്മുടെ മെയിൻ സ്ഥലം മേടില്ല, ആ സ്ഥലത്ത് ഭയങ്കരമായിട്ട് നീര് വെച്ചു. ഞാൻ ഉടനെ അമ്മേനെ പുറത്തുനിന്ന് വിളിച്ചു, അമ്മായിമ്മേനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഇതേ ഇവിടെ ഭയങ്കരമായിട്ട് നീര് വെച്ചു, കുഞ്ഞ് കരയുന്നൊന്നുമില്ല, അവൾ പേടിച്ചിട്ടാണെന്നൊന്ന്, കരയുന്നൊന്നുമില്ല. അമ്മയോട് തന്നെ പെട്ടെന്ന് ഐസൊക്കെ വെച്ചു. പക്ഷെ ആ നീര് കുറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് കൂടുതലിഷ്ടം ഈ ചപ്പാത്തി അങ്ങനെയുള്ള ആഹാരമാണ്, ചോറിനേക്കാളും ഇഷ്ടം. അന്ന് കുഞ്ഞിന് വേണ്ടി ഞാൻ ഉച്ചയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കി കുഞ്ഞിന് അവർക്ക് രണ്ടുപേർക്കും ചോറ് കൊടുത്ത് ഇവൾക്ക് ചപ്പാത്തി കൊടുത്തപ്പോഴേക്കും ഒരു ഇച്ചിരി കഴിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മേൻ്റെ 2 സൈഡും എന്തോ പോലെ എനിക്ക് തോന്നുന്നു, ഞാൻ ഇച്ചിരി നേരം ഒന്ന് കടന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പോയി കിടന്നു. മറ്റു 2 പേരോടും പറഞ്ഞു കുഞ്ഞിനെ അവളെ ഇതാക്കുകയൊന്നും ചെയ്യരുത്. അവൾ ഒരു റൂമിലോട്ട് കടത്തി ഞാനതാണ്ട് 2 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ആഹാരം കഴിക്കാനായിട്ട് പോയി. അപ്പോഴേക്കും മൂത്തയാൾ അവൻ്റെ കളിപ്പാട്ട് എന്തോ എടുക്കാനായിട്ട് ആ റൂമിലോട്ട് കയറുമ്പോഴേക്കും ഈ കൊച്ചു വൊമിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ ഞെരടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ ഉടനെ വിളിച്ചു, അമ്മ ഇതേണ്ട ഇത് ഇങ്ങനെ കാണിക്കുന്ന എന്നാ ചോദിച്ചു. ഞാൻ ഉടനെ അവളെ കൊണ്ടുവന്ന് മുഖം കഴിക്കാനായിട്ടൊക്കെ കൊണ്ടുവന്നപ്പോഴേക്കും ആൾ വേറൊരു ഇതിലേക്ക് പോയി. പിന്നെ ഞാൻ അവിടെ ഹാളിൽ കൊണ്ടിരുത്തി അമ്മ എടുക്കുക കൊടുത്തു. അമ്മയൊക്കെ മോളെ എന്നാന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അമ്മയുടെ കൈ വെച്ച് തന്നെ കുഞ്ഞിൻ്റെ ബോധം പോവുകയാണ്. ഉടൻ തന്നെ ഞങ്ങൾ ആംബുലൻസ് വിളിച്ച് നമ്മുടെ അങ്ങോട്ട് ആംബുലൻസ് കയറി വരാൻ ബുദ്ധിമുട്ടാണ്. അതപ്പോഴേക്കും ഇവിടുന്ന് മങ്കമ്പി ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് ആംബുലൻസ് കിട്ടാൻ. അപ്പോൾ ഇവിടുന്ന് ഓട്ടോയ്ക്ക് പോയി മങ്കമ്പി ചെന്നു, മങ്കമ്പി വെച്ചു.
കുഞ്ഞിന് ആംബുലൻസ് വരാൻ ഇച്ചിരി താമസിച്ചു. അവിടെ വെച്ച് കുഞ്ഞിന് ഫിക്സ് വന്നപ്പം പിന്നെ എനിക്ക് പേടിയായി. കുഞ്ഞിന് ബോധമില്ല. ഞാൻ കേട്ടിട്ടുണ്ട് നാക്കൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് പോകും, മരണത്തിൻ്റെ അതിലേക്ക് പോകും. എനിക്കങ്ങ് പേടിയായി. ഞാൻ നാക്ക് പിടിച്ച് വലിക്കാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ കുഞ്ഞിൻ്റെ ബ്ലഡ് ബ്ലഡ് ഇത് വന്നു. ഞാൻ അത് കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് ഞങ്ങൾ ചങ്ങനാശ്ശേരി പുഷ്പരിക്ക് പോകാൻ വേണ്ടി ഇരുന്നത്. പക്ഷേ കുഞ്ഞിന് ഫിക്സ് വന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അടുത്തുള്ള ഒരു ചങ്ങനാശ്ശേരി NSS ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവർ പറഞ്ഞ് പെട്ടെന്ന് പുഷ്പരിക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങളുടെ ആംബുലൻസ് ഓക്സിജൻ ഇല്ലായിരുന്നു. അവിടുത്തെ ഇത് വെച്ചു ഓക്സിജൻ വെച്ചു ഞങ്ങൾ പുഷ്പരി, അതായത് 4 മണിയായി പുഷ്പരി ചെന്നപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞിന് ഇതിൻ്റെ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടെ മാത്രമേ ഉള്ളൂ കുഞ്ഞിൻ്റെ കുഞ്ഞ് 48 മണിക്കൂറാണ് ഞങ്ങൾക്ക് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ അവർ ICUലേക്ക് മാറ്റി. 48 മണിക്കൂർ പറഞ്ഞു. ഇവൾ കുഞ്ഞായതുകൊണ്ടായിരിക്കാം ICUലേക്ക് മാറ്റി. ഞാൻ ഓരോ മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിൻ്റെ ഇടയ്ക്ക് ചെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കൊന്തയുണ്ട്. ആ കൊന്ത എനിക്ക് ഭയങ്കര ശക്തിയാണ്. മാതാവിന് ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ, ഭയങ്കര ശക്തി. അപ്പം ഒരു കൊന്ത ഞാൻ എപ്പോഴും എൻ്റെ കൈ വെക്കുന്നതാണ്. ആ കൊന്ത ശക്തിയാണെന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ എൻ്റെ പിള്ളേർ അവരുടെ കഴുത്തിടാൻ വേണ്ടി ആ കൊന്ത മേടിക്കും. ഞാൻ അത് വെച്ച് പ്രാർത്ഥിക്കത്തുള്ളൂ. എപ്പോഴും എൻ്റെ കഴുത്ത കിടക്കുന്ന കൊന്ത. അന്ന് ആടെ കഴുത്താലാണ് ആ കൊന്ത പോയത് ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ കയ്യിൽ ഈ മോതിരത്തിൻ്റെ ആ ഇത് മാത്രമല്ല. ഞാൻ അത് വെച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഞാൻ കൃപാസന മാതാവെ എൻ്റെ കുഞ്ഞിനെ കാത്തുകൊള്ളേന്ന് പറഞ്ഞു. ഞാൻ ആംബുലൻസ് വെച്ച് കുഞ്ഞിനെ നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ കഴുത്തലാണ് അന്നത്തെ ആ കൊന്ത കിടക്കുന്നത്. സാധാരണ ഓരോരുത്തർക്ക് മാറി ആ കൊന്ത വരുന്നതാണ്. അന്ന് അവിടെ കഴുത്തലാണ് ആ കൊന്ത കിടക്കുന്നത്. ഞാൻ പറഞ്ഞു എന്താ ഇനി മാതാവ് നോക്കിക്കോളും കുഞ്ഞിനെ. എങ്കിലും ഞങ്ങൾ ICU 4 മണി അവിടെ ചെന്ന് 4 മണിക്ക് ചെല്ലുന്നു.